പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് വിജയിക്കാൻ പോകുന്നത്. പിശാചിൻ്റെ എല്ലാ പദ്ധതികളും പാളും. പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ദൈവ പദ്ധതി വിജയിക്കട്ടെ. നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ വീടും ജീവിതവുമൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ലോങ് വേ ടു ഗോ. ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. വാടിത്തളരാൻ പാടില്ല. ഇന്ന് ഈ വചനം ഇവിടെ നിന്ന് കേൾക്കുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകട്ടെ. ലോങ് വേ ടു ഗോ. ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. മനസ്സിലത് ആവർത്തിച്ച് പറയുമോ? എനിക്കൊരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അതിന് വേണ്ട അനുഗ്രഹമായി എനിക്കിവിടെ നിന്ന് കിട്ടേണ്ടത്. ലോങ് വേ ടു ഗോ. ഒരുപാട് അനുഗ്രഹം എനിക്ക് വേണം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിങ്ങനെ വിശ്വസിക്കുക. എ ന്യൂ ബ്ലെസ്സിങ് ബിഗിൻസ് ഹിയർ. ഒരു പുതിയ അനുഗ്രഹം ഇന്നിവിടെ ആരംഭിക്കട്ടെ. എ ന്യൂ ബ്ലെസ്സിങ്, ഒരു പുതിയ അനുഗ്രഹം ഇന്ന് നിങ്ങളിൽ ആരംഭിക്കട്ടെ. എ ന്യൂ ബ്ലെസ്സിങ് ബിഗിൻസ് ഹിയർ. ഇവിടെ വച്ച് നിങ്ങൾക്കൊരു പുതിയ നന്മ അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് ഇടവരട്ടെ. തകർന്നു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വേദന കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും തരിപ്പണമായി പോയ, വീണുടഞ്ഞു പോയ സാഹചര്യങ്ങളായിരിക്കാം. ആ നിങ്ങളോടിന്ന് പാടി പറയുകയാണ്, ബഹുദൂരം, ലോങ് വേ ടു ഗോ. ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതും ഭംഗിയോടെ അർത്ഥമറിഞ്ഞ് ഈ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധയോടെ പാടണം. അനുഗ്രഹീത ഗായകൻ ജോൺ ബ്രദർ അത് പാടുമ്പോൾ അത് നിങ്ങളുടെ ചെവികളിൽ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ആ പാട്ടെത്തിക്കും. ഇന്നയോളം എന്നെ നടത്തുന്ന നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല. കർത്താവേ, ഇത് പാടുന്നത് ഒരു പ്രാർത്ഥനയായിട്ടാണ്. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ഈ പാടുന്നത് ഇവിടെ സംഭവിക്കട്ടെ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ. എന്താ പാടിയതെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? തളർന്ന ഓരോ നിമിഷങ്ങളിലും തവ കരങ്ങൾ, ദൈവത്തിൻ്റെ കരങ്ങളാണ് നമ്മളെ മുന്നോട്ട് നടത്തിയത്. വിശ്വസിച്ച് ഇന്ന് കേൾക്കുന്ന പാട്ടും ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ലോങ് വേ ടു ഗോ, ഒരുപാട് ദൂരം, ബഹുദൂരം മുന്നോട്ട് പോകാൻ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് തരട്ടെ. ശരീരത്തിന് ക്ഷീണമൊക്കെ കാണും. നല്ല ചൂട് ഇവിടെ ഉണ്ട്, നല്ല ആവിയും പരവേശമൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അതൊക്കെ ഇങ്ങനെ സഹിച്ച്, അതൊക്കെ മനസ്സിലാക്കി ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു സമർപ്പണമാണ്, നമ്മൾ കൊടുക്കുന്നൊരു വിലയാണ്. ലോങ് വേ ടു ഗോ. ബഹുദൂരം മുന്നോട്ട് പോകണം. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. അത് നല്ലവരും ചേർന്ന് പാടുമോ? ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ
നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം പറഞ്ഞേ, തവ കരങ്ങൾ ആശ്വാസമാ. പറഞ്ഞു തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ. അതുകൊണ്ട് പറയുവാണ്, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ എന്തു മനസ്സിലാകും? ഇന്നയോളം നടത്തിയ നാഥ. നിങ്ങൾക്കും അത് മനസ്സിലാകും. ജീവിതത്തിന്റെ താളുകൾ പിറകോട്ട് മറിക്കുമ്പോൾ, വന്ന വഴികൾ ഓർക്കുമ്പോൾ, കഴിഞ്ഞുപോയ ഇന്നലകളിൽ, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, ഒത്തിരി നാളുകൾക്ക് മുമ്പ് നമ്മളൊക്കെയും അനുഭവിച്ച പല തീവ്ര ദുഃഖങ്ങളുണ്ട്. നമുക്ക് മാത്രം അറിയാവുന്ന ചില ഒറ്റപ്പെടലുകളുണ്ട്. മനസ്സ് വല്ലാതെ വാടിപ്പോയ, ജീവിതത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയതുപോലെ ഒക്കെ തോന്നിയ സമയമുണ്ട്. അന്നേരമൊക്കെ നമ്മളെ നടത്തിയ നന്ദിയല്ലാതെ, അതാ പറഞ്ഞത്, വന്ന വഴികൾ ഒന്നോർക്കുമ്പോൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ. എല്ലാവരും ഒന്ന് പറയുമോ? വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ. അതുകൊണ്ട് എന്ത് പറയാനേ പറ്റൂ? നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നെ കരങ്ങളിൽ വഹിച്ചവനേ, പറഞ്ഞേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. അതാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ബഹുദൂരം long way to go, മുന്നോട്ടു പോകാൻ a new blessing ബലം നൽകി begins here. നീ ഒരു പുതിയ അനുഗ്രഹം ഇവിടെ ആരംഭിക്കുവാണ്. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. ആശ്വാസം. രണ്ട് കരങ്ങളും ഉയർത്തുമ്പോൾ, ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, അധരങ്ങളെ തുറന്ന് ഒന്ന് ആത്മാവിൽ മനസ്സ് തുറന്ന്, കേവലം ഒരു ശബ്ദമല്ല, കേവലം ഒരു ഒച്ച വയ്ക്കുകയല്ല, സത്യത്തിലും ആരാധിക്കുമോ എന്ന് പ്രാർത്ഥിക്കുമോ? സത്യത്തിലും ആത്മാവിലും ഒന്ന് ആരാധിക്കുമോ? ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കും. മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. പ്രാർത്ഥിക്കുന്നു. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ. വിശ്വസിക്കുന്നു. ആ കരങ്ങളെ താഴ്ത്തി ഇന്ന് ഈ ആലയത്തിൻ്റെ അകത്തും പുറത്തുമായിരുന്ന വചനം കേൾക്കുന്നവരെ ഓർക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികം കൊണ്ടൊക്കെ സഹായിച്ചവരുണ്ട്, വാക്കുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചവരുണ്ട്. അവരെല്ലാം ഓർത്ത് സകലരെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ വചനം കേൾക്കുവാണ്. ദൈവത്തിൻ്റെ കയ്യിലുള്ള ഒരു അനുഗ്രഹം ഇന്ന് പ്രാർത്ഥനയിൽ ദൈവം എൻ്റെ കയ്യിൽ തരും. വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിലുള്ള ആ നന്മ, ആ ഒരു സൗഖ്യം, ആ ഒരു അനുഗ്രഹം ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പം അത് എൻ്റെ കയ്യിൽ വരും. എൻ്റെ കയ്യിൽ ദൈവം അത് ഏൽപ്പിക്കും. പറഞ്ഞേ ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ സമാധാനം നമ്മളിൽ വരും. ദൈവത്തിൻ്റെ ശക്തി
നമ്മളിൽ വരും. ആമേൻ. ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മളിൽ വരും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ നിങ്ങളെല്ലാവരെയും ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാടിയ പാട്ടുകളും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം ഒരനുഗ്രഹമാണ്. ഇന്ന് ഈ ആലയത്തിനകത്തും പുറത്തുമായിരിക്കുന്ന ആളുകളുണ്ട്, സൈഡിൽ വരാന്തയിലിരിക്കുന്നവരുണ്ട്, ഇത്രയും ആളുകൾ താഴെയുമുണ്ട്. അപ്പോൾ അത് വലിയൊരു സമൂഹമാണ്, വലിയൊരു കൂട്ടമാണ്, വലിയൊരു കൂട്ടായ്മയാണ്. നന്ദിയോടെ ഓർക്കുന്നു. ഈ വചനം കേൾക്കുവാൻ ഇവിടെ വന്നിട്ടുള്ള CSI സഭയിലെ അനുഗ്രഹീത വൈദികനുണ്ട്, അച്ഛനെ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു, അച്ഛന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച വൈദികനെ ഓർത്ത് നന്ദി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ഇന്ന് പാടിയ പാട്ട് നമുക്കുള്ളതാണ്, എനിക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്, നമുക്ക് ആർക്കൊക്കെയോ വേണ്ടിയുള്ളതാണ്. ലോങ് വേ ടു ഗോ. ഒരുപാട് ദൂരം ഇങ്ങനെ മുന്നോട്ട് പോകാനുണ്ട്. തളർന്നാൽ എങ്ങനെ ശരിയാവും? ഈ വചനം നമുക്കുള്ളതാണ്. ഈ വചനം നമുക്കുള്ള, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഉള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ഈ വചനം നിങ്ങളുടെ അടുത്തെത്തിക്കുമ്പോൾ ചിലരൊക്കെ നമ്മളോട് പറയാറുണ്ട്, എന്നോടല്ല നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഓടുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ? നിങ്ങൾ കുറേ നാളായല്ലോ ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട്. എന്നോട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ പറയുന്നുണ്ട്, പുള്ളി ഇങ്ങനെ പ്രാർത്ഥനയും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. നമ്മളും പല ആളുകളുടെയും ആരോപണങ്ങളും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ട് നമ്മളും ചിലപ്പോൾ വിഷമിക്കാറുണ്ട്. ചിലരൊക്കെ പിന്നീട് പോകത്തില്ല, ഓ ഇവരൊക്കെ ഇങ്ങനെയല്ലേ പറയുന്നതെന്ന് ഓർക്കും. ഞാനിതൊരു ദിവസം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാണ്. നമ്മളൊക്കെ ഈ തേനീച്ചക്കൂട് കണ്ടിട്ടുള്ളവരാണ്. തേനീച്ച ഒരു കുടുംബമായി ഒരു വലിയ കൂട്ടം ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ബൈബിളിൽ പോലും എഴുതിയിട്ടുണ്ട്, ഉറുമ്പുകളെ കണ്ട് പഠിക്കണം, തേനീച്ചകളെ കണ്ട് പഠിക്കുവിൻ എന്നൊക്കെ പറയാറുണ്ട്. ഈ തേനീച്ച ഒരു വലിയ കുറേ ഈച്ചകൾ ഒരുമിച്ച് ഒരു റാണി ഈച്ചയുടെ കീഴിൽ ഒരു നല്ല ലീഡർഷിപ്പിൽ ഐക്യത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടമാണ് തേനീച്ച. മടിയില്ലാതെ പണിയെടുക്കുന്ന കുറേ പേര് അതിനകത്തുണ്ട്. അതിനകത്തുണ്ട് മടിയൻ ഈച്ചകളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ഭൂരിഭാഗം ഈച്ചകളും റെസ്റ്റില്ലാതെ ജോലി ചെയ്യുന്നവരാണ്. എപ്പോഴും ഇങ്ങനെ പോയി വന്നുകൊണ്ടേയിരിക്കും. എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത്? ഇവരൊക്കെ പൂക്കളുള്ള സ്ഥലത്ത് പോകും. എല്ലാവരും പറന്നു പോകും, രാവിലെ തൊട്ട് പറക്കലാണ്. എന്നിട്ട് ആ പൂ കണ്ടിട്ട് പോരില്ല, ആ പൂവിൽ പോയി ഇരിക്കും. അതിലുള്ള പൂമ്പൊടിയും അതിലുള്ള തേനും അത് ശേഖരിക്കും. കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. ആ പൂമ്പൊടി അതിൻ്റെ കാലെ പറ്റിപ്പിടിച്ച് അതിനെ നടന്ന് അതിൻ്റെ കാലിൽ ആ പൂവിലുള്ള പൂമ്പൊടി എടുക്കും, തേൻ കുടിക്കും. എന്നിട്ട് ആ പൂമ്പൊടിയും തേനും അതതിൻ്റെ വീട്ടിൽ കൊണ്ടുവരും. അതാണ് അതിനകത്തുള്ള ആ തേനിൻ്റെ അടയും അതിനകത്തുള്ള നമ്മളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തേന്. അങ്ങനെയാണ് ആ പെട്ടിക്കകത്ത് നിറച്ചുണ്ടാകുന്നത്. എങ്ങനെയാണ് അതുണ്ടായെന്ന് ചോദിച്ചാൽ അത് ചുമ്മാ തേൻ പൂവിൽ നിന്ന് തന്നെ ഒഴുകി അതിൻ്റെ വീട്ടിൽ വന്നതല്ല. ആ വീട്ടിലെ ആ തേനീച്ചപ്പെട്ടിക്കകത്തുള്ള ആ കൂടിനകത്തുള്ള ഈച്ചകളെല്ലാം മടികൂടാതെ ഓരോ പൂക്കളിലും ചെന്ന് 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 എടുത്തുകൊണ്ട് വന്നതൊക്കെ അതിൻ്റെ ഉള്ളത്. ഇതുപോലെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന, ദൈവവചനം കലർപ്പില്ലാതെ പറയുന്ന സ്ഥലത്ത് എവിടെയായാലും നമ്മൾ പോകണം. നമ്മുടെ വീട്ടിലെ ചിലർ പോകണം. അവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെ എടുത്തുകൊണ്ട് പോകണം. നമ്മുടെ ഭവനത്തിനത് അനുഗ്രഹമാക്കി മാറ്റണം. അതൊരാൾക്ക് മാത്രമല്ല അനുഗ്രഹമാകുന്നത്, ആ വീട്ടിലുള്ളവർക്കെല്ലാം അത് വെളിച്ചമായും
നന്മയായും അനുഗ്രഹമായിട്ടും മാറും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളും അങ്ങനെ ഒരു നല്ല സ്ഥലത്താണ് ദൈവം കൊണ്ടുവന്നിരുത്തിയത്. ഇവിടെ നിന്ന് കേൾക്കുന്ന ഓരോ വചനങ്ങളും ഇവിടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ പ്രസംഗിക്കുന്ന വചനങ്ങളൊന്നുമല്ല. സത്യസന്ധമായ വചനങ്ങൾ നിങ്ങൾക്കൊരനുഗ്രഹമാകത്തക്ക വിധം വിളമ്പുന്ന സ്ഥലമാണ്. നിങ്ങൾക്കൊരിക്കലും ഇത് നഷ്ടമാവുകയില്ല. അത് നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ കുടുംബത്തിനും ഭാവി ജീവിതത്തിനെല്ലാം അനുഗ്രഹമാകും. ഓരോ വചനങ്ങളും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാവും. ആമേൻ. ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ലോങ് വേ ടു ഗോ. ഒത്തിരി ദൂരം നമുക്കിങ്ങനെ പോകാനുണ്ട്. നമ്മൾ ഒന്നിച്ച് അനുഗ്രഹം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതെങ്കിലും ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു 10 പേർ ദൈവാനുഗ്രഹം അനുഭവിച്ചിട്ട് പോകട്ടെ എന്നുള്ളതല്ല ഞങ്ങളുടെ ഇൻറ്റൻഷൻ. നിങ്ങളോരോരുത്തരും ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ ഇടവരണം. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ആ വിഷയത്തെ ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരാമുഖമായി ഒരു വചനം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായം 38 മുതലുള്ള ഈ വാക്യം വായിക്കുന്നത് ഈ ഒരു ചിന്തയാണ്. ദൈവശബ്ദം ഏത് ചീഞ്ഞ അവസ്ഥയെയും മാറ്റും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവശബ്ദം, ദൈവ സാന്നിധ്യം, പ്രാർത്ഥന ഏത് ചീഞ്ഞ അവസ്ഥയെയും ഏത് ദുർഗന്ധത്തെയും ഏത് വൃത്തികെട്ട സാഹചര്യത്തെയും മാറ്റിയെടുക്കും. ആമേൻ. അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും കഴിവിനും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ അനുഭവിച്ചറിയും. ആമേൻ. വിശ്വസിക്കുന്നോ? പ്രാർത്ഥന, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവവചനം, ദൈവത്തെയുള്ള ആരാധന ഏത് ചീഞ്ഞ അവസ്ഥയെയും പറഞ്ഞ് മാറ്റും. ആമേൻ. മാറ്റുമോ? വായിക്കാം ആ വാക്യം. 11-ാം അധ്യായം 38-ാമത്തെ വാക്യമാണ്. അതിൻ്റെ ഹെഡിങ് ആദ്യം വായിക്കുവാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നു. ലാസറിനെ ഉയർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളിലും ഇന്നൊരു പുതിയ അനുഗ്രഹം ആരംഭിക്കട്ടെ. ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഗ്രഹം. ഹല്ലേലൂയ. അത് സത്യമാണ്. ഇവിടെ വച്ചായിരിക്കും നിങ്ങളിൽ ഒരു പുതിയ ഒരു ബ്ലെസ്സിങ് ആരംഭിക്കുന്നത്. ഒരു അനുഗ്രഹം ആരംഭിക്കുന്ന സ്ഥലം ഇവിടെ ആയിരിക്കും. ചിലപ്പം എ ന്യൂ ബ്ലെസ്സിങ് ബിഗിൻസ് ഹിയർ. എന്നും ഒരു പുതിയ അനുഗ്രഹം ആരംഭിക്കുന്ന സ്ഥലമാണിത്. ദൈവത്തിൻ്റെ ഇടമാണിത്. വായിക്കാം ആ ഭാഗം. യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തെങ്കിൽ വന്നു. എവിടെ വന്നു? ശവകുടീരത്തിൽ. സിമിത്തേരിയിൽ ശവകുടീരം. മനുഷ്യനെ മരിച്ച് അടക്കം ചെയ്ത ശവകുടീരത്തിങ്കിൽ വന്നു. ശവകുടീരത്തിങ്കിൽ വന്ന സ്ഥലം അവിടെയാണ്. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു. എത്ര ദിവസമായി ഇയാളെ മരിച്ചിട്ട് ഇവിടെ അടക്കിയിട്ട്? 4 ദിവസമായി. ഒരു മനുഷ്യൻ്റെ ശരീരമാണ് മൃഗങ്ങളുടെ ശരീരത്തേക്കാൾ വേഗത്തിൽ ചീയുന്നതും വേഗം മോശമാകുന്ന ഒരു ശരീരം. മരിച്ചാൽ നേരത്തോട് നേരമാകുമ്പോഴേ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് വേഗത്തിൽ മോർച്ചറിയിൽ വയ്ക്കുന്നത്, അല്ലെ ഫ്രീസറിൽ വയ്ക്കുന്നത്. മരിച്ച് വേഗത്തിൽ തന്നെ ഫ്രീസറിൽ വയ്ക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറും, രൂപം മാറും, പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങും. മനുഷ്യൻ്റെ ശരീരം ഏറ്റവും ദുർഗന്ധമുള്ളൊരു ശരീരമാണ്. മനുഷ്യൻ്റെ ശരീരം വേഗത്തിൽ പുഴുപിടിക്കുന്ന ചീയുന്ന ശരീരമാണ്. പെട്ടെന്ന് ചീയും. നേരത്തോട് നേരമാകുമ്പോഴേ ആ കളറൊക്കെ മാറും, രൂപം മാറും. അതുകൊണ്ട് വേഗം ഫ്രീസറിൽ വയ്ക്കുന്നത്. ലാസർ മരിക്കുന്നത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത, കരണ്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ഫ്രീസർ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത, മോർച്ചറി ഒന്നും ഇല്ലാത്ത കാലത്താണ് ഈ മനുഷ്യൻ മരിക്കുന്നത്. അപ്പം മരിച്ചിട്ടിപ്പോൾ എത്ര നാളായി? 4 ദിവസമായി. 4 ദിവസമാകുമ്പോൾ നോർമൽ മനുഷ്യൻ്റെ അസ്ഥിയിൽ നിന്ന് മാംസം വിട്ടുപോകും. ശരീരം ഈ ബലം നഷ്ടപ്പെട്ടും എല്ലാ പവറും നഷ്ടപ്പെട്ട് മാംസം വിട്ടുപോകും. വയറ് വീർക്കും,
മൊത്തം പൊട്ടി വെള്ളം ഒലിക്കും. 4 ദിവസമായി. ഇപ്പോൾ ലാസറിൻ്റെ ശരീരം ഇരിക്കുന്നത് ഫ്രീസറിലല്ല, മോർച്ചറിയിലുമല്ല, ഒരു കല്ലറയ്ക്കകത്താണ്. അതുകൊണ്ട് സഹോദരി പറഞ്ഞു, ദയവ് ചെയ്ത് ഗുരു കല്ല് മാറ്റണ്ട, ഭയങ്കര ദുർഗന്ധമായിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടാൽ, പ്രാർത്ഥന അവിടെ വെളിപ്പെട്ടാൽ, ആരാധന വെളിപ്പെട്ടാൽ, ഏതു ചീഞ്ഞ അവസ്ഥയിലും അവിടെ ഒരു വലിയ മാറ്റം ദൈവം കൊണ്ടുവരും. എന്ന് മനസ്സിലാക്കാൻ പറയുവാണ്. വായിക്കാം. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. ആദ്യം ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ആ കല്ലെന്നെടുത്ത് മാറ്റും. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, ദയവ് ചെയ്ത് ആ കല്ല് മാറ്റണ്ട, ഇപ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും, ചെയ്യാൻ തുടങ്ങിക്കാണും, വയറൊക്കെ വീർത്ത് പൊട്ടിക്കാണും, മുഖമൊക്കെ അങ്ങ് ഷേപ്പ് മാറിക്കാണും, ഞങ്ങൾക്കത് കാണാൻ ബുദ്ധിമുട്ടുണ്ട്, കല്ല് മാറ്റണ്ട. എഴുതിയിട്ടുണ്ട്. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഭയങ്കര സ്മെല്ലായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. 4 ദിവസമായി. ദേവി ഇത് കല്ല് മാറ്റണ്ട, പ്രാർത്ഥിച്ചങ്ങ് പോയാൽ മതി. ഇത്രേ പറഞ്ഞു. യേശു അവിടെ ചെയ്തത് എന്തൊക്കെയാണ്? യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? എപ്പോഴേ ദൈവമഹത്വം ദർശിക്കത്തുള്ളൂ? വിശ്വസിച്ചാൽ ആ ചീഞ്ഞ അവസ്ഥ മാറും. വിശ്വസിച്ചാൽ അപ്പുറത്തുള്ള ആ പ്രതിസന്ധി മാറും. വിശ്വസിച്ചാൽ അവിടെ ഒരു ദൈവപ്രവൃത്തി ആരംഭിക്കും. മനുഷ്യന്റെ കരമല്ല ഇവിടെ പ്രവർത്തിച്ചത്, ജീവനുള്ള ദൈവത്തിൻ്റെ കൈയാണ്. നിങ്ങളിലും മനുഷ്യന്റെ കരം പ്രവർത്തിച്ചിട്ട് വലിയ കാര്യമില്ല. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ജീവനുള്ള കൈ നിങ്ങളുടെ വിഷയത്തിനകത്ത് പ്രവർത്തിക്കും. ചില അത്ഭുതങ്ങളെ ദൈവം അവിടെ ചെയ്യും. ഇത് പറയാൻ കാരണം എന്നാണെന്നറിയാമോ? മരിച്ച് 4 ദിവസമായ ഒരാളുടെ ശരീരത്തിൽ മനുഷ്യൻ്റെ കൈ പ്രവർത്തിച്ചിട്ട് ഒന്നും നടക്കാനില്ല, ഒന്നും സംഭവിക്കില്ല. അത് ആ മാംസം വിട്ടുപോരത്തേ ഉള്ളൂ. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ആ വിഷയത്തിനകത്ത് പ്രവർത്തിച്ചപ്പോൾ മാംസം വിട്ടുപോയി എന്നല്ല, ചീഞ്ഞും ദുർഗന്ധം ഉണ്ടായി എന്നല്ല, അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു. ആ വാക്യം ഒന്നും കൂടെ വായിക്കുകയാണ്. എന്നൊക്കെയാണ് യേശു ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട്. അവർ കല്ലെടുത്തു മാറ്റി. അടുത്തത് യേശു അവിടെ നിന്ന് ചെയ്ത കാര്യമാണ്. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ എവിടെ നിന്നാ പ്രാർത്ഥിച്ചത്? ചീഞ്ഞ് ദുർഗന്ധം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ശവക്കുഴിയുടെ, ഒരു സിമിത്തേരിയുടെ, ഒരു കല്ലറയുടെ അടുത്ത് നിന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ അപ്പുറത്ത് സംഭവിച്ചത് ഉയർത്തെഴുന്നേൽക്കലാണ്. നിങ്ങളും നിങ്ങളുടെ വിഷയങ്ങളുടെ മുമ്പിൽ സത്യദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് നിങ്ങളുടെ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നു. ഇത് അടുത്ത ഭാഗം ഓരോന്നും അനുഗ്രഹമാണ്. കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. 43-ാമത്തെ വാക്യം. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. ശ്രദ്ധിക്കുക. യേശു ഉച്ചത്തിൽ പറഞ്ഞു. ഉച്ചത്തിൽ പറഞ്ഞപ്പം അപ്പുറത്ത് ലാസർ പകുതി അസ്ഥിയും ചീഞ്ഞഴിഞ്ഞ ശരീരവും ഒക്കെയായിട്ടല്ല വന്നത്. ഒരു കേടും ഒരു കുറവുമില്ലാതെ ആരോഗ്യമുള്ളൊരു മനുഷ്യൻ്റെ ശരീരമായിട്ടാണ് വന്നത്. ഇപ്പുറത്ത് പ്രാർത്ഥന ഉയർന്നപ്പോൾ, ദൈവശബ്ദം മുഴങ്ങിയപ്പോൾ അപ്പുറത്ത് വന്നത് ഒരു അനുഗ്രഹമാണ്. അപ്പുറത്ത് വന്നത് ഒരു ദൈവശക്തിയാണ്. അപ്പുറത്ത് വന്നത്, പ്രവർത്തിച്ചത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാണ്. നിങ്ങളും പ്രാർത്ഥിക്കുക. ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്നാണ് നമ്മളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നം നിങ്ങൾക്ക് കാണാം, ആ പ്രതിസന്ധി കാണാം.
ഇവിടെയും യേശു പ്രാർത്ഥിച്ചു, ദൈവത്തെ ആരാധിച്ചു, അവിടെ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തി. നിങ്ങളും ചില കാര്യങ്ങളെ ഒന്ന് മനസ്സിൽ കണ്ടേ. നിങ്ങളൊരു പക്ഷേ പറയും, എൻ്റെ ആ ജോലി ശരിയായിട്ടില്ല, ആ വിസ ശരി കിട്ടുന്നില്ല, ആ യാത്ര തടസ്സപ്പെട്ട് കിടക്കുക, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എല്ലാം കൈവിട്ടു പോയി, ഇനി എങ്ങനെ ചെയ്യും, എന്തു ചെയ്യും, ആരുടെ അടുത്ത് ചെല്ലും, ആരോട് ചോദിക്കും, എനിക്കിങ്ങനെ ഒരു അവസ്ഥയായി പോയല്ലോ, നാണം കെട്ട് മടുത്തല്ലോ. ഏതൊക്കെയോ പ്രതിസന്ധികളുടെ മുമ്പിലാണ് ഇന്ന് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ശപിക്കാതെ, പ്രാകാതെ, പരസ്പരം കുറ്റപ്പെടുത്താതെ, പരസ്പരം കളിയാക്കാതെ ഇങ്ങനെ വിശ്വസിക്ക്. യേശുവിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയപ്പോൾ അപ്പുറത്ത് ആ കുഴിക്കകത്ത്, ആ ഗുഹയ്ക്കകത്ത് നിന്ന് ചീഞ്ഞ ശരീരത്തോടെ ഒരാൾ വന്നു എന്നല്ല, ഒരു കുറവും പറ്റാത്ത ആരോഗ്യമുള്ള ഒരു ശരീരത്തോടെ ആ ലാസറിനെ പുറത്തു കൊണ്ടുവന്നുവെന്നാണ്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവ ശബ്ദം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഏത് ഇരുട്ടാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, ഏത് വെല്ലുവിളി ആകട്ടെ, അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവ ശബ്ദത്തിന് കഴിയും. ദൈവ ശബ്ദത്തിന് കഴിയും. ലോങ് വേ ടു ഗോ. നിനക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. നിങ്ങളും ഏതൊക്കെയോ വിഷയത്തിന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഞാൻ കണ്ട ഒരു വിഷയം പ്രാർത്ഥനയിൽ പറയട്ടെ. ദൈവശബ്ദം മുഴങ്ങിയെടുത്ത് ദുർഗന്ധമല്ല ഉണ്ടായത്. ദൈവ പ്രാർത്ഥന മുഴങ്ങിയ സ്ഥലത്ത്, ദൈവശബ്ദം മുഴങ്ങിയ സ്ഥലത്ത് നിലവിളി അല്ല ഉയർന്നത്, സന്തോഷമാ ഉണ്ടായത്. ചീഞ്ഞതിന്റെ, ദുർഗന്ധത്തിന്റെ, പൊട്ടിയളിഞ്ഞതിന്റെ അവസ്ഥയല്ല വെളിപ്പെട്ടത്, അവിടെ അത്ഭുതമാ വെളിപ്പെട്ടത്. ദൈവശബ്ദം മുഴങ്ങുമ്പോൾ ഏത് ചീഞ്ഞ അവസ്ഥയും മാറും, ഏത് ദുർഗന്ധവും മാറും, ഏത് പ്രതിസന്ധികളുടെ മേലും ഒരു പരിഹാരം ഉണ്ടാകും. എത്ര പ്രശ്നങ്ങളുടെ ഗുഹയ്ക്കകത്തു നിന്നും, എത്ര പ്രതിസന്ധികളുടെ ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ സാഹചര്യമാണേലും അവിടുന്ന് ദൈവം നിന്നെ ഒരു കുറവുമില്ലാതെ, ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടെ പുറത്തേക്ക് കൊണ്ടുവരും. അനേകരുടെ മുമ്പിൽ നീ ഒരു സാക്ഷ്യമായി എഴുന്നേറ്റു നിൽക്കും. അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി എഴുന്നേറ്റു നിൽക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. ചിലതൊക്കെ ചീഞ്ഞു മണക്കുവോ എന്ന് പേടിയുണ്ട് അല്ലേ? ചിലതൊക്കെ തകർന്നു പോയി എന്നൊരു ഭയമുണ്ടല്ലേ? ഇല്ല, പ്രാർത്ഥനയുള്ള നിങ്ങൾ ഒരാൾ അവിടെ നിന്നാൽ അപ്പുറത്ത് ദൈവപ്രവർത്തികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ദൈവപ്രവർത്തി, ദൈവത്തിന്റെ കരം ആരംഭിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിദേശത്തുള്ള എത്ര ദൂരെയുള്ള ഒരു സ്ഥലമാകട്ടെ, അവിടെ ദൈവത്തിന്റെ പ്രവർത്തികൾ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ജീവനുള്ള കരം അവിടെ നിങ്ങൾക്കായി പ്രവർത്തിച്ചു തുടങ്ങും. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ സാധ്യമെങ്കിൽ ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ആധരങ്ങളെ തുറന്ന് ആ ശബ്ദമൊക്കെ ഒന്ന് ഉയർത്തി ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകണം. ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അത് കാരണമാകണം. ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അത് കാരണമാകണം. ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അത് കാരണമാകണം. ജീസസ്, ബഹുദൂരം മുന്നോട്ട് പോകാൻ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്ക് തരണമേ. കരങ്ങൾ താഴ്ത്തി ബലം നൽകി എല്ലാവരും അതൊന്ന് ശബ്ദം ഉയർത്തി പാടുമോ? ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി, തളർന്നോരോ നേരത്തിലല്ല തവ കരങ്ങൾ ആശ്വാസമാ. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറയുമോ ഹല്ലേലൂയ. ആരും തളർന്നും തകർന്നും ഒന്നും ഇരിക്കല്ല്. ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ദൈവത്തിൻ്റെ കരം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നമുക്കായി ചലിക്കും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പുറത്തൊരു സ്ഥലത്ത് പ്രാർത്ഥന നടന്നപ്പോൾ അപ്പുറത്തൊരു ദൈവപ്രവൃത്തിയും ആരംഭിച്ചു. അത്രയും നേരം ഒരു പ്രവൃത്തി, ദൈവപ്രവൃത്തി ആരംഭിച്ചില്ല. ഇപ്പുറത്തൊരു പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ആ ഗുഹയ്ക്കകത്ത് ദൈവപ്രവൃത്തി ആരംഭിച്ചു.
അവിടെ ചീഞ്ഞ അവസ്ഥയും ദുർഗന്ധവും അല്ല ഉണ്ടായത്, ദൈവമഹത്വമാണ് വെളിപ്പെട്ടത്. പ്രാർത്ഥന അനുഗ്രഹമാണ്. പ്രാർത്ഥന ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറും, ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അത് കാരണമാകും. ഞാനൊരു വാക്യം വായിക്കുകയാണ് ഇന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ. അപ്പസ്തോല പ്രവർത്തനം 13-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. അനന്തരം, അത് ശ്രദ്ധിച്ചു കേൾക്കുക ആ വാക്യങ്ങൾ. അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അനന്തരം അവനെ നീക്കം ചെയ്ത് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. അവസാനത്തെ വാക്ക് അവിടുന്ന് ഉയർത്തി. ആരാ അവിടുന്ന് എന്ന് പറഞ്ഞാൽ? ദാവീദിനെ ദൈവം ഉയർത്തി. ആമേൻ. അപ്പോൾ ദൈവം ആരാന്ന് പ്രാർത്ഥനയുള്ള എല്ലാവരും കേട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ഇന്നുള്ള അവസ്ഥയേക്കാൾ കുറച്ചുകൂടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നവനാണ് ദൈവം. ചുമ്മാതെയല്ല, അനുഗ്രഹിച്ച് ഉയർത്തി. എൻ്റെ അടുത്ത ഭാഗം, അവനെ കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആരാ ഈ സാക്ഷ്യം പറഞ്ഞത്? യേശു ഒരു സാക്ഷ്യം പറയുക, ദാവീദിനെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞിരിക്കുക. എന്നാ സാക്ഷ്യം വായിച്ചേ. ജസ്സയുടെ പുത്രനായ ദാവീദിൽ. ശ്രദ്ധിച്ചു വായിക്കണം, ആ വാക്കുകളൊക്കെ ഭയങ്കരമാണ്. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തി. ഒരാളിൽ ദൈവത്തിന് ഏറ്റവും ഹൃദയത്തിന് ഭയങ്കര ഇണക്കമുള്ള ഒരാളെ കണ്ടെത്തിയെന്ന്. ആമേൻ. ഇവിടെ ദൈവത്തിൻ്റെ സാക്ഷ്യവാ. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തി. അപ്പോൾ ഒരു വാക്കുണ്ട്, നല്ലൊരു വാക്കാണ്, അധികം നമ്മളൊന്നും പ്രയോഗിക്കാത്തൊരു വാക്കാണ്, ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ. ആരാണ് ദാവീദ് എന്നറിയാമോ? ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തിയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ പുള്ളിനെ എങ്ങനെയാ ദൈവത്തിന് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം? ദൈവം ഈ ദാവീദിനെ ഇങ്ങനെ ഇഷ്ടപ്പെടാൻ എന്തോ കാരണമുണ്ട്. എന്തൊക്കെയോ ചില കാരണങ്ങൾ ഈ വ്യക്തിക്കുള്ളത് കൊണ്ടാണ് ദാവീദിനിങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളായി മാറിയത്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തികളായി തീരട്ടെ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുടുംബങ്ങളായി നിങ്ങളുടെ കുടുംബം മാറട്ടെ. അപ്പം എന്താണ് ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയണം. ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അടുത്തത്, അവൻ എൻ്റെ ഹിതം നിറവേറ്റും. വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ഇവന്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിന് രക്ഷകനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. ദൈവം ആ ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് യേശു ഉണ്ടായത്, യേശുവിനെ ഉയർത്തിയത്, ദൈവം ഉയർത്തിയത്. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, ഒരാളെ ഭയങ്കര ഇഷ്ടപ്പെടാൻ എന്തുവാ കാരണം? ഒരു കാര്യമുണ്ട്. ഈ ദാവീദിനെക്കുറിച്ച് 18-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഒരു റീസണാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങാൻ പറ്റിയ ഒരു കാരണം എഴുതിയിട്ടുണ്ട്. 18-ാം സങ്കീർത്തനത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. സങ്കീർത്തനം 18:1. കർത്താവേ, ഇത് ദാവീദ് പറയുക, അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, ഗായക സംഘത്തിന് കർത്താവിൻ്റെ ദാസനായ ദാവീദിൻ്റെ സങ്കീർത്തനം. ദാവീദിൻ്റെ പ്രത്യേകത, ദാവീദ് ഇങ്ങനെ ദൈവത്തിന് ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാകാൻ ഒരു റീസൺ. 18-ാം സങ്കീർത്തനം 1-ാം വാക്യം. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒന്നാമത്തെ ദാവീദിൻ്റെ പ്രത്യേകതയാണ്, ദാവീദ് ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. നിങ്ങൾ ദൈവത്തെയും ദൈവവചനത്തെയും സ്നേഹിക്കുന്നവരാണോ, നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറും. നിങ്ങളുടെ ഏതു കാര്യവും ദൈവം തന്നെ മുന്നിൽ നിന്ന് നിങ്ങൾക്കത് ചെയ്തു തരും. വിശ്വസിക്കുന്നു. ഇതെൻ്റെ ഒരു അനുഭവമാണ്, ഇത് പലരുടെയും അനുഭവമാണ്. ദാവീദിന് നമ്മൾ ചിന്തിക്കുവാണ്, ദാവീദിനെ ദൈവം ഇങ്ങനെ പറയും, ആരെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനാണ് പുള്ളി.
അത്ര പ്രിയപ്പെട്ടയാളാകാൻ എന്തുവാണ് ഇത്ര കാരണം? ഒന്നാമത്തെ കാരണം, ദാവീദ് ദൈവത്തെ സ്നേഹിച്ചിരുന്നു. ഹല്ലേലൂയ. നിങ്ങളും എന്താ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങളും എന്താ ഇവിടെ വരാൻ കാരണം? ഇവിടെ വരാൻ ഒരു കാരണം, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങളുടെ അകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തോടൊരു സ്നേഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ ഒക്കെ ഈ പകല് നൂറുകൂട്ടം ജോലിയുള്ള സമയത്ത്, തിരക്കുള്ള സമയത്ത് ആരെക്കൊണ്ട് പറ്റും ഈ ആവിക്കകത്തും ഈ ചൂടിനകത്തും ഇതിനകത്ത് വന്നിങ്ങനെ കസേര പോലും ഇല്ലാതെ ഇരിക്കാനും ഞെങ്ങി ഞെരുങ്ങിയിരിക്കാൻ? ഇതിനൊരു റീസൺ ഇതാണ്, നിങ്ങൾക്ക് അകത്ത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, 1 കോരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം അംഗീകരിക്കുന്നു, ദൈവം അവരെ മാനിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നത് ചില്ലറ കാര്യമല്ല കേട്ടോ. ദൈവം ഒരാളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വാക്കുകളിൽ ഒന്നാണ്, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് തന്നെയാണ് ശിമയോൻ പത്രോസിനോട് യേശു 3 പ്രാവശ്യം ചോദിച്ചു. എന്തുവാ ചോദിച്ചത്? ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു പ്രാവശ്യം ചോദിച്ചു, അത് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, പിറ്റേ ദിവസമല്ല ചോദിക്കുന്നത്, വീണ്ടും ചോദിച്ചു. 3 പ്രാവശ്യമൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളും അത്ര പ്രിയപ്പെട്ടവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്നെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു പവറാണ്. നമ്മളെ സത്യസന്ധമായി, ചതിക്കാനല്ല കേട്ടോ, ചതിക്കാനല്ല, സത്യസന്ധമായി നമ്മളൊരാൾക്ക് കൊടുക്കുന്ന സ്നേഹവും ഒരു പ്രാർത്ഥനയാണ്. സത്യസന്ധമായി അയാളെ എങ്ങനെയും കൊടുക്കണം, അയാളുടെ പേര് കളയണം, അയാളെ നശിപ്പിക്കണം, അയാളെ അങ്ങനെ ജീവിക്കാൻ പറ്റൂല, വിടരുത് എന്ന ദുഷ്ട ഉദ്ദേശത്തോടെ സ്നേഹിക്കുന്ന കപട സ്നേഹത്തെക്കുറിച്ചല്ല. സത്യസന്ധമായി ചിലരെ സ്നേഹിക്കും, അത് സത്യമുള്ള സ്നേഹമാണ്. ആ സ്നേഹം ഒരു പ്രയറാണ്. ആ സ്നേഹത്തിൽ കുറേ ആളുകൾ ജീവിക്കും. സ്നേഹത്തിൽ നമ്മൾ ജീവിക്കും. നമ്മളെ എവിടെയെങ്കിലും ഇരുന്ന് ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് സത്യസന്ധമായി അറിയാമെങ്കിൽ നമുക്കത് ഭയങ്കര ബലമാണ്. യേശു ശിമയോനോട് ചോദിച്ചു, ശിമയോനെ, ഡു യു ലവ് മീ? എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ? 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 ഈ ശിമയോനെയാ യേശു വിളിച്ചത് ഒന്നാമൻ പത്രോസ്. ഈ മനുഷ്യനെ ഒന്നാമനാക്കിയ ഒരു കാരണം യേശുവിനെ സ്നേഹിച്ച സ്നേഹമാണ്. ആ വ്യക്തിയെ, ശിമയോൻ പത്രോസിനെ യേശു വിളിച്ചു. വേറൊരാളെ വിളിച്ചോ? 2-ാമൻ യോഹന്നാൻ, 3-ാമൻ മത്തായി എന്നൊന്നും വിളിച്ചില്ല. ഒറ്റയാളെ പറഞ്ഞുള്ളൂ, ഒന്നാമൻ പത്രോസ്. ഈ വ്യക്തിയെ ഒന്നാമനാക്കിയത് എന്നറിയാമോ? ഈ യേശുവിനെയുള്ള സ്നേഹമാണ്. സത്യസന്ധമായ സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുന്നവരെ എല്ലാവരും ഇത് മനസ്സിൻ്റെ താളിൽ, മനസ്സിൻ്റെ ഹാർഡ് ഡിസ്കിൽ, ഈ ഹൃദയമാകുന്ന കമ്പ്യൂട്ടറിനകത്ത് എഴുതി വയ്ക്കുക, സൂക്ഷിച്ചു വയ്ക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, ആ സ്നേഹിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ ദൈവം അവൻ്റെ എല്ലാ കാര്യവും ദൈവം തന്നെ മുന്നിൽ നിന്ന് അവനത് ചെയ്തു കൊടുക്കും. ഹല്ലേലൂയ. അതാണ് ദാവീദിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ്. ദാവീദ് പറയുവാണ്, കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്നേഹിക്കുന്നുവെന്ന് പലരും പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഇപ്പം കാണാൻ പോലും ഇല്ല. ചിലർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കൂടെ നിന്നവർ നമുക്ക് നേരെ നല്ല പാര വച്ചിട്ടുണ്ട്. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവർ ഞങ്ങൾ വലിയതായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് പറഞ്ഞ പലരും അവർ നമ്പറൊക്കെ ബ്ലോക്കാക്കി നമ്മൾ വിളിക്കുന്നത് പോലും ഇപ്പോൾ ഇഷ്ടമല്ല. അവർ വാട്സപ്പിലും അവരുടെ നമ്മളെ കിട്ടുന്ന എല്ലാ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്ത് അവർ പോയി. നമ്മളെ അവർ എന്നറിയില്ല. അല്ല, അവർ കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ എല്ലാ ദിവസവും പറയാം, നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യില്ല. സ്നേഹം, ഈ ദൈവത്തെ ഇങ്ങനെ സ്നേഹിക്കാൻ ഒരു കാരണമുണ്ട്. ദൈവം ഒരാളെയും ചതിക്കില്ല.
ആമേൻ. എവിടെയെങ്കിലും ദൈവം ഒരാളെ ചതിക്കില്ല. ചതിക്കാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആമേൻ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആമേൻ. വേറൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലേലും, വേറെ വലിയ പ്രാർത്ഥനാ പുസ്തകത്തിലെ കടുകട്ടിയായ വായിച്ചിട്ട് മനസ്സിലാകാത്ത പ്രാർത്ഥന 33 പ്രാവശ്യം ചെല്ലിയില്ലേലും ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥന ഇത് മാത്രമേ മനസ്സിൽ പറഞ്ഞ, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ദൈവമേ അങ്ങയുടെ വചനത്തെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആ ഒരു പ്രാർത്ഥന മാത്രം മതി ബഹുദൂരം മുന്നോട്ട് പോകാൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ ഏറ്റവും കൂടുതലായി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. എന്ന് പറയാൻ എന്തുമായിരിക്കും കാരണം? നമ്മൾ ഈ ഭൂമിയിൽ ഒരുപാട് പേർ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹമെല്ലാം ഇടയ്ക്ക് പിണങ്ങും. ഇടയ്ക്കെല്ലാം ഈ സ്നേഹമെല്ലാം പിണങ്ങിപ്പോവും, മുഖം വീർപ്പിച്ചിരിക്കും, മിണ്ടാണ്ടിരിക്കും. പക്ഷേ ഈ പുസ്തകത്തിനകത്ത്, ഈ വേദപുസ്തകത്തിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദൈവം പിണങ്ങി 10 ദിവസത്തേക്ക് മിണ്ടിയില്ല? ദൈവം പിണങ്ങി, ദൈവത്തിൻ്റെ മുഖം ഭയങ്കര വിഷമത്തിലിരിക്കുന്ന കണ്ടു, ദൈവം ഒരു മാസത്തേക്ക് പുള്ളി മിണ്ടിയിട്ടില്ല. ഈ വചനത്തിലെ നമ്മുടെ ദൈവം ആരോടും പിണങ്ങിയിട്ടില്ല. പിണങ്ങാത്ത ഒരാളുണ്ടെങ്കിൽ അത് ദൈവമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ എത്ര പ്രിയപ്പെട്ടവരും സ്നേഹം കൂടുന്നോ പിണക്കത്തിൻ്റെ ആഴവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹം, പലതരം സ്നേഹമുണ്ട്. ഏറ്റവും 2-3 സ്നേഹങ്ങളാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹമായി ബൈബിൾ പറയുന്നത് അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹമാണ്. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന. നിത്യാരാധന ചാപ്പലിൻ്റെ കയറുന്ന വഴിയിൽ അത് എഴുതിയിട്ടുണ്ട്, അപ്പനോ അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ദൈവം നിന്നെ മറക്കത്തില്ല. ഹല്ലേലൂയ. ഏറ്റവും വലിയ സ്നേഹമാണ് അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം. പക്ഷെ ആ സ്നേഹത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അമ്മ മറന്നാലും ദൈവം നിങ്ങളെ മറക്കത്തില്ല. ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹങ്ങളിൽ ഒന്നാണ്. മകൻ എത്ര തോന്നിവാസിയായി ജയിലിൽ കിടക്കേണ്ടി വന്നാലും തിരിച്ചു വരുമ്പോൾ ആരും മൈൻഡ് ചെയ്തില്ലേലും അമ്മ അവനെ സ്നേഹിക്കും. അമ്മയ്ക്ക് തൻ കുഞ്ഞെന്നും പൊൻകുഞ്ഞ് തന്നെയാണ്. അമ്മയുടെ സ്നേഹം മറ്റു മനുഷ്യർക്ക് വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിയുന്നതിനപ്പുറമായി നിൽക്കുന്ന സ്നേഹങ്ങളിൽ ഒന്നാണ് ഒരമ്മയുടെ സ്നേഹം. അമ്മയുടെ സ്നേഹം. എനിക്കറിയാം, ഒരു അമ്മയെ മകൻ ഉപദ്രവിച്ചു, എന്നിട്ടും ആ മകന് അമ്മ ഫുഡ് വിളമ്പി, മോനെ കഴിക്ക്, നീ ചോറുണ്ണാതിരിക്കുവാണോ? ആ അമ്മയെ ശാരീരികമായി ഉപദ്രവിച്ചു, അടിച്ചു, പരിക്കേൽപ്പിച്ചു. ശരീരത്തിൽ പരിക്കുകളുടെ പാടുണ്ട്. പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഉപദ്രവിച്ച മകനെയും അമ്മ വിളിക്കുന്നത്, മോനെ ചോറുണ്ണ്, നീ ഭക്ഷണം കഴിക്ക്, നീ ഉറങ്ങുന്നില്ലേ? അപ്പോഴും അമ്മയ്ക്ക് മകൻ തന്നെയാണ്. അത് അമ്മയും മകനും തമ്മിലുള്ള സ്നേഹമാണ്, മക്കളും തമ്മിലുള്ള സ്നേഹമാണ്. പറയുവാണ്, അതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്തെ നോക്കിയാണ് ദാവീദ് പറഞ്ഞത്, ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതൊരു പ്രാർത്ഥനയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ സ്നേഹമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം. ചിലരൊന്നും അത് അംഗീകരിക്കില്ലായിരിക്കാം. ചിലർ പറയും, ഇതാണോ ഭാര്യ, ഇതാണോ ഭാര്യയുടെ സ്നേഹം, ഇയാളാണോ ഭർത്താവ്, ഇങ്ങനത്തെ സ്വഭാവക്കാരനാണോ ഭർത്താവ്, അങ്ങനെ പറയുന്നവരുമുണ്ട്. പക്ഷെ പറയുമ്പോൾ പറയും, അമ്മയുടെയും മക്കളുടെയും സ്നേഹം പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം. എനിക്കറിയാവുന്ന ഒരാളുടെ ജീവിതവും കൗൺസിലിംഗ് ഒക്കെ ഇവിടെ വന്ന ഒരു കാര്യമാണ്. അയാൾ ജീവിച്ചിരുന്നപ്പോൾ കള്ളക്ക കുടിക്കുന്ന ആളാണ്. വലിയ മദ്യപാനിയൊന്നും അല്ലെങ്കിലും അയാൾ മദ്യപാനിയാണ്. മദ്യം കഴിച്ചാൽ അയാൾ ഭാര്യയെ ഉപദ്രവിക്കും, അടിക്കും, മക്കളെ പിടിച്ചു മാറ്റും. ജീവിച്ചിരിക്കുമ്പോൾ മിക്ക ദിവസങ്ങളിലും ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും വഴക്കുണ്ട്. അയൽവാസിക്കൊക്കെ അറിയാം, അവിടെ വഴക്കുണ്ടാകാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുഴയിൽ തുണിയലക്കാൻ പോയതാണ്. കുറേ നേരമായിട്ട് കാണാതെ വന്നപ്പോൾ
അന്വേഷിച്ച് പോയപ്പോൾ വെള്ളത്തിൽ മരിച്ചു കിടക്കുവാണ്. എന്നാ പറ്റിയതെന്നറിയില്ല. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലായി ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. വെള്ളത്തിലേക്ക് വീണു, മരിച്ചുപോയി. മരിച്ചുപോയ ഭാര്യ മരിച്ചു. ഭർത്താവാണെങ്കിൽ കുടിക്കും, വഴക്കും, അടിയിടിയും തൊഴിയും തെറി എല്ലാം ഉള്ള വീടുമാണ്. ഭാര്യ മരിച്ചപ്പോൾ അയാൾ ഓഫായിപ്പോയി. ശവസംസ്കാരം കഴിഞ്ഞു. പിന്നീട് ആ മനുഷ്യൻ റൂമിൽ നിന്ന് പുറത്തു വരത്തില്ല. അയാൾ കിടക്കുന്ന, അയാളുടെ ഭാര്യയും അയാളും താമസിച്ചിരുന്ന റൂമിൽ നിന്ന് അയാൾ ജീവനുണ്ടെങ്കിൽ പുറത്തേക്ക് വരികയില്ല. ആ റൂമിൽ നിന്ന് ഇദ്ദേഹം പുറത്ത് മുറ്റത്ത് പോലും ഇറങ്ങാൻ വേഗം അതിനകത്ത് പോയിരിക്കുക. മനസ്സ് കൊണ്ട് തകർന്നു. പിന്നെ അവരുടെ സ്വാധീനമുള്ള ഒരു വൈദികൻ വഴി ഒരു കൗൺസിലറെ വീട്ടിൽ കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു, കൗൺസിലിംഗ് നടത്തി. പുള്ളി ഒരു അക്ഷരം മിണ്ടൂല, ചോദിക്കുന്നതിന് പോലും മറുപടിയില്ല. ആ വ്യക്തി ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നു. അയാൾ പറഞ്ഞ വാക്ക്, ഞാനിത് ഇങ്ങനെ ചിന്തിക്കുവാണ്. അയാൾ പറഞ്ഞു, കാര്യം ഞങ്ങൾ തമ്മിൽ എന്നും വഴക്കായിരുന്നെങ്കിലും പുള്ളിക്കാരത്തി മരിച്ചുപോയ പിന്നെ എൻ്റെ പകുതി ജീവൻ പോയി. അപ്പോൾ ഇത്രയും വഴക്കുണ്ടായാലും ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഉള്ളുകൊണ്ടൊരു സ്നേഹം ഉണ്ടായിരുന്നു. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വശമാണ്, ഒരു പ്രത്യേക സ്നേഹം. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ സ്നേഹമാണ്. കൊറോണയുടെ സമയത്ത് ഭർത്താവിന് ഭാര്യയിൽ സംശയരോഗമുണ്ട്. അവർ സമാധാനത്തോടെയൊന്നും ജീവിച്ചിട്ടില്ല. കാരണം എന്നും ഇതിനെ ചൊല്ലി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വഴക്കാണ്. പക്ഷേ കൊറോണയുടെ സമയത്ത് ജീവിത പങ്കാളി കൊറോണ വന്നു, 3 ദിവസം കഴിഞ്ഞ്, 3 ദിവസം പനി വന്നു, 4-ാം ദിവസം മരിച്ചുപോയി. ബോഡി പോലും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. മറ്റൊരു രാജ്യത്താണ് ശവസംസ്കാരം നടത്തിയത്. അതും അധികം ആളൊന്നും കൂടാതെ അന്നത്തെ രീതി അനുസരിച്ച് വേഗം അടക്കി. ഇപ്പോൾ വർഷം എത്ര കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും ആ വ്യക്തി അതിൽ നിന്ന് റിക്കവറായിട്ടില്ല, കയറി വന്നിട്ടില്ല. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ സ്നേഹമാണ്. ഫോൺ വിളിയിൽ ഒരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്, ആ മനുഷ്യൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ വില ഞാൻ അറിഞ്ഞില്ല. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ മനുഷ്യൻ്റെ വില ഞാൻ ജീവിതത്തിൽ അറിഞ്ഞത്. ഒരു ഭാര്യ പറഞ്ഞ വാക്കാണ്, അയാൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അയാളുടെ വില ഞാൻ അറിഞ്ഞില്ല. അയാൾ മരിച്ചു പോയപ്പം അയാൾ ഇന്ന് കൂടെ ഇല്ല, മരിച്ച് മണ്ണായിപ്പോയി. പക്ഷെ ഇപ്പോഴാണ്, അയാൾ ഇല്ലാത്തപ്പോഴാണ് അയാളുടെ വില ഞാൻ അറിഞ്ഞത്. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ സ്നേഹമാണ്. അതൊരു സ്നേഹമാണ്. പക്ഷെ അതിനേക്കാൾ മുകളിലാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് ഞാൻ നിങ്ങളോട് പറയുവാണ്. നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും മരിച്ചൊരു വർഷം കഴിയുമ്പോൾ ആ സ്നേഹം കുറയും. 1 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ സ്നേഹം കുറച്ചുകൂടെ കുറയും. 3 വർഷം, 4 വർഷം, 5 വർഷം, പിന്നെ അതങ്ങനെ ഓർമ്മയിൽ ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ. നമ്മൾ സാധാരണ പോലെയായി. എനിക്കിങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ കാണാൻ പറ്റി. പൊന്നുപോലെ ഭാര്യയെ നോക്കിയിരുന്നൊരു ഭർത്താവ്, സാധാരണ പോലെയല്ല. നാട്ടിൽ ചിലരൊക്കെ പറയാറുണ്ടായിരുന്നു അയാളോട്, നീ നിൻ്റെ ഭാര്യയെ, നിങ്ങൾ 2 ഒരുമിച്ച് പോയാൽ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയൂല കേട്ടോ. വളരെ രാജാവിൻ്റെ ഭാര്യയെപ്പോലെയാണ് നീ നിൻ്റെ ഭാര്യയെ കൊണ്ട് നടക്കുന്നത്. അയാൾ തേക്കാത്ത ഉടുപ്പിട്ട് നടക്കുമ്പോഴും ഭാര്യ നല്ല ഭംഗിയായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് നടക്കുന്നു, ഭയങ്കര ഭംഗിയായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. പക്ഷെ അയാൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ അങ്ങ് മരിച്ചുപോയി. ആക്സിഡൻറ്റിൽ മരിച്ചു. പകൽ സമയത്താണ് മരിക്കുന്നത്. പിറ്റേ ദിവസമാണ് അടക്ക്. ഒരുപാട് മനുഷ്യർ, ഭയങ്കരമായ ജനക്കൂട്ടമുണ്ടായിരുന്നു ആ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ. അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശരിക്കും ഒരു ഭ്രാന്തിയെപ്പോലെ ആയിരുന്നു. പെരുമാറിയതും അലറിയതും കരഞ്ഞതും എല്ലാം. ചിലരൊക്കെ അത് ഒരു മറക്കാത്തൊരു സീനായിരുന്നു. ഒരു ഭ്രാന്തിയെപ്പോലെ പെരുമാറി പ്രവർത്തിച്ചു. ബോധം കെട്ട് വീഴുന്നു, ഗ്ലൂക്കോസ് കുത്തുന്നു, വീണ്ടും ഭയങ്കരമായ. പക്ഷേ 1 വർഷം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി വേറൊരാളെ വിവാഹം കഴിച്ചു. ഞാൻ വിവാഹം കഴിച്ചതിനെതിരോ തെറ്റോ പറയുവല്ല, യാദൃശ്ചികമായി അവരെ
ഒരു യാത്രയിൽ ഞാൻ കണ്ടു. അവരെന്നെ കണ്ടില്ല. അവരൊരു കാറിലാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ആ പെൺകുട്ടി, ആ ഭാര്യയുടെ മുഖത്ത് ദുഃഖമില്ല ഒട്ടും. അവർ കാറിൽ വളരെ സന്തോഷത്തോടെ ഏതാണ്ടോ മിണ്ടി പറഞ്ഞ് എങ്ങോട്ട് പോവാണ്. അപ്പോൾ 1 വർഷം മുമ്പ് കരഞ്ഞത്, 1 വർഷം മുമ്പ് ബഹളം വെച്ചത്, 1 വർഷം കഴിഞ്ഞപ്പോൾ സാധാരണ പോലെയായി. ഇതാണ് മനുഷ്യൻ്റെ സ്നേഹം. 1 വർഷം കഴിയുമ്പം നോർമലാവും, ആ സ്നേഹം കുറയും. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ മുകളിലാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ മുകളിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ദാവീദ് പറഞ്ഞത്, ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, എൻ്റെ കൊട്ടാരത്തെ സ്നേഹിക്കുന്നു, എൻ്റെ കസേരയെ സ്നേഹിക്കുന്നു, എൻ്റെ പിള്ളേരെ സ്നേഹിക്കുന്നു എന്നൊന്നുമല്ല എഴുതിയേ. ദാവീദ് പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാരണം ഇതൊരിക്കലും ദൈവത്തിൻ്റെ സ്നേഹം കുറച്ച് നാളത്തേക്കല്ല ഉള്ളത്. അത് കുറേ നമ്മുടെ ഒരുപാട് നാളത്തേക്ക് നിലനിൽക്കും. ഒരാൾ മരിച്ചാൽ, ഇപ്പം ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം പെട്ടിക്കകത്തേക്കും എൻ്റെ ആത്മാവ് ദാതാവിൻ്റെ അടുത്തേക്ക് പോകും. 2 കാര്യങ്ങൾ. ഒരാൾ 11 മണിക്ക് മരിച്ചാൽ അതേ സമയത്ത് 2 കാര്യങ്ങൾ നടക്കും. അയാളെ എടുത്ത് പെട്ടിക്കകത്ത് കിടത്തും. പക്ഷെ ആത്മാവിനെ പെട്ടി കിടത്താൻ പറ്റത്തില്ല. ആത്മാവ് മണ്ണിൽ നിന്ന് വന്ന ശരീരത്തെ മണ്ണിൽ തന്നെ കൊണ്ടിടും. അത് മണ്ണായി ചീഞ്ഞ് മണ്ണായി പോകും. എന്നാൽ ആത്മാവ് മണ്ണിൽ നിന്നല്ല വന്നത്, അത് ദാതാവായ ദൈവത്തിൽ നിന്ന് വന്നതാണ്. അതൊരാൾ 11 മണിക്ക് മരിച്ചാൽ ശരീരം മണ്ണിലേക്കും ആത്മാവ് ദാതാവിൻ്റെ അടുത്തേക്ക്, രണ്ടും രണ്ടായി പോകും, 2 സ്ഥലത്തേക്ക് പോകും. ഒരാളെ മരിച്ച് അയാളെ പള്ളി സെമിത്തേരിയിൽ അടക്കിയാൽ, അല്ലെ കല്ലറയിൽ അടക്കിയാൽ, അവിടം വരെ പ്രിയപ്പെട്ടവരും കാമുകനും കാമുകിയും ഏറ്റവും പ്രിയപ്പെട്ടവരും ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞവരും എവിടം വരെ വരുള്ളൂ? ആ സെമിത്തേരി വരെ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, എനിക്ക് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് മരിച്ചത്, അതുകൊണ്ട് നിങ്ങളൊക്കെ പൊക്കോളൂ, ഞാൻ ഈ സെമിത്തേരിയിൽ ഇന്നും നാളെ ഇവിടെ കിടന്നേച്ചേ വരുന്നുള്ളൂ, നേരം വിളക്കുന്നവരെ ഞാൻ ഇവിടെ കൂടിക്കോളാം, ഈ കല്ലറയിൽ തന്നെ ഞാൻ കിടന്നോളാം, പായിക്കിട്ട് കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. പെട്ടിയിലടക്കി പെട്ടിക്കകത്ത് വെച്ച് അതിനെ മൂടി, സ്ലാവിട്ട് മൂടിക്കഴിഞ്ഞാൽ കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ വന്നവരും പ്രിയപ്പെട്ടവരൊക്കെ തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോകും. പക്ഷേ അനുഭവമുള്ള ചിലർ പറയുന്നത്, ജ്ഞാനമുള്ളവർ പറയുന്നത്, പ്രിയപ്പെട്ടവരും സ്നേഹിച്ചവരും കാമുകനോ കാമുകിയോ ഇനി അതിനേക്കാൾ വലുതോ എത്ര വലിയവരാണേലും ആ സെമിത്തേരിയിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവനെ സ്നേഹിച്ച ദൈവം ആ കല്ലറയുടെ അവിടെയുണ്ട്. അതിനപ്പുറത്തൊരു ലൈഫുണ്ട്. ബൈബിൾ പ്രകാരം ഒരപ്പുറത്തൊരു ജീവിതമുണ്ട്. അത് ആത്മാവ് നിത്യതയിൽ എത്തുന്നത് വരെയുള്ള സമയമാണ്. മനുഷ്യൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു, പിന്നെ 41 വരുന്നു, 7 വരുന്നു, ആണ്ടിന് വരുന്നു, പതുക്കെ 5, 6 വർഷം 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ അളവും എണ്ണവും ഒക്കെ കുറയും. 1, 2 പേര് ഓർത്താലായി, ഓർത്തില്ലേലായി. പക്ഷേ ദൈവം ആരാണ്? മരിച്ച സെമിത്തേരി വരെയുള്ള ദൈവമല്ല, മരിച്ചെൻ്റെ ആത്മാവ് സ്വർഗത്തിൽ നിത്യതയിൽ എത്തുന്നത് വരെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാവും. ആ ദൈവത്തെയാണ് ദാവീദ് പറഞ്ഞത്, ലോർഡ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ദാവീദാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായി മാറിയത്. ബൈബിൾ പറയുന്ന വാക്ക്, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യൻ ദാവീദിനെ ഞാൻ കണ്ടെത്തി. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവരാ, ദൈവവചനത്തെ സ്നേഹിക്കുന്നവരാകാം. ബാക്കി എല്ലാ സ്നേഹവും പിണങ്ങും, തെറ്റിപ്പിരിയും. നമ്മളോട് ഇന്ന് സ്നേഹിച്ചവർ നാളെ നിങ്ങൾ ശരിയല്ല, നിങ്ങളെന്നെ ഉപദ്രവിച്ചു എന്ന് കൈ ചൂണ്ടി വർത്താനം പറയും. ബഹുമാനത്തോടെ നമ്മളെ വിളിച്ചവർ നമ്മളെ നിങ്ങൾ എന്ന് വിളിക്കും, അതിരുവിട്ട് സംസാരിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ദൈവം എന്നോട് പിണങ്ങത്തില്ല. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ നിങ്ങൾ പറഞ്ഞേ, ദൈവമേ, നമ്മളിൽ നിന്ന് ദൈവം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വാക്കാണ്, ദൈവമേ, ലോർഡ്, ഐ ലവ് യു. ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും
ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാ കാര്യവും നന്മയ്ക്കാക്കി മാറ്റും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. ഒരു കരമുയർത്തി, ഒന്ന് ശബ്ദമുയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 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 ദാവീദ് പറഞ്ഞു, ദൈവമേ, ലോർഡ് ഐ ലവ് യു. ആമേൻ. ദൈവമേ സ്നേഹിക്കുന്ന ഒരു പാട്ടുണ്ട്, സ്നേഹിക്കുന്നു. ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പാട്ടുകാർ പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി, സാധ്യമെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥനയോടെ ഇരിക്കാമോ? കണ്ണുകളൊക്കെ നടക്കുമോ? വലിയ പ്രാർത്ഥനകളൊന്നും ചൊല്ലിക്കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും വലിയ കട്ടിയുള്ള പ്രാർത്ഥനാ താളുകൾ മറിച്ച് 150 പേജിൻ്റെ പ്രാർത്ഥനകളൊന്നും രാവിലെ തൊട്ട് ചൊല്ലിത്തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ലോർഡ് വി ലവ് യു. ദൈവമേ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. വേദപുസ്തകം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾ ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും സ്നേഹിക്കുന്നവരാണോ? നിങ്ങളുടെ ഓരോ കാര്യവും ദൈവം തന്നെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരും. നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരും. നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പാട്ടുകാരനോട് ചേർന്ന് ഈ പാട്ടൊന്ന് പാടിയേ. അർത്ഥം അറിയാമെങ്കിൽ അർത്ഥം അറിഞ്ഞ് ഒന്ന് ചേർന്ന് പാടുവാണ്. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നേ യേശുവേ. ചേർന്ന് പറഞ്ഞു, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. അങ്ങേ പിരിഞ്ഞു, അങ്ങേ പിരിഞ്ഞും പിന്നെയോ അങ്ങേ മറന്നും ഞാൻ ഒന്നും ചെയ്യത്തില്ല. യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. പാടിയേ. അങ്ങേ പിരിഞ്ഞും പിന്നെയോ അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയല്ലാതെ അങ്ങയല്ലാതെ ഒന്നും നേടുവാ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ, എല്ലാവരും ഒന്ന് പറയുമോ? ഒന്ന് പ്രാർത്ഥിച്ച് സ്നേഹിക്കുന്നേ, പറഞ്ഞു. സ്നേഹിക്കുന്നേ Lord, യേശുവേ. Jesus, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. പാട്ട് പാടുമ്പോ അതിന്റെ അർത്ഥം ഒന്ന് ചേർന്നേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനാദിയേ. അതുകൊണ്ട് പറഞ്ഞേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ. പോരാ, ശബ്ദം ഉയർത്തി പറഞ്ഞേ, സ്നേഹിക്കുന്നേ. അല്പം കൂടെ വിശ്വാസത്തോടെ പറഞ്ഞേ, സ്നേഹിക്കുന്നേ. ഇപ്പോൾ തന്നെ ഇത് പാടുമ്പോൾ ദൈവ പ്രവർത്തികൾ നിങ്ങളിൽ സംഭവിക്കണം. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയണം. നിങ്ങൾ ദൈവത്തിന്റെ സമാധാനം നിങ്ങളിൽ നിറയണം. പത്രോസ് ശ്ലീഹ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നല്ലോ. ആ ശിമയോൻ പത്രോസിനെ യേശു വിളിച്ചു ഒന്നാമൻ പത്രോസ്. എന്തുവാണ് ആ വ്യക്തി ഒന്നാമനാക്കിയത്? ദൈവത്തെ സ്നേഹിക്കുന്ന ഈ മനസ്സാണ്.
സ്നേഹിക്കുന്നേ. പറഞ്ഞേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ. സ്നേഹിക്കുന്നേ യേശുവേ. ആ കരം ഉയർത്തിപ്പിടിച്ച് ഇരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നിസ്സാരമെന്ന് നമുക്ക് തോന്നാം. ഒരു ചെറിയ കാര്യമല്ല ഇതെന്ന് തോന്നും, പക്ഷെ ഇത് നിസ്സാരമല്ല. ആ കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച്, കർത്താവേ, ലോർഡ് വി ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ സ്നേഹത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ പ്രാർത്ഥിക്കുന്നവരെ, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഉപേക്ഷിക്കത്തില്ല. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. കരങ്ങളെ താഴ്ത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം ഇങ്ങനെ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിച്ച് അനുഗ്രഹിക്കപ്പെടുകയാണ് ദൈവത്താൽ, ദൈവസ്നേഹത്താൽ. ഹല്ലേലൂയ. ഞങ്ങൾ എപ്പോഴും പറയാറൊരു വാക്കുണ്ട്, ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു വീടാണെന്ന്. ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു വീടാണ്. ഇവിടെ സഭാവ്യത്യാസങ്ങളില്ല. ഇവിടെ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണോ അങ്ങോട്ട് മാറി നിൽക്കുന്ന ആരും പറയത്തില്ല. നിങ്ങൾ ഏത് സഭയിൽ നിന്ന് വരുന്നവരാ എന്ന് നിങ്ങളോട് ചോദിക്കില്ല. എല്ലാ സഭകളും അവരവർ വിശ്വസിച്ച് പോകുന്ന ഓരോ സഭയും നല്ലതാണ്, നിങ്ങളുടെ പ്രാർത്ഥന നല്ലതാണ്. പക്ഷെ നമ്മളിവിടെ സഭാവ്യത്യാസം, ഇവിടെ ഒറ്റ മതിലേ ഉള്ളൂ, അത് ദൈവസ്നേഹത്തിൻ്റെ മതിലാണ്. അതിനകത്ത് ഏത് സഭയെന്ന വ്യത്യാസമില്ല. ഇവിടെ വരുന്നവർ കൊള്ളരുതാത്തവരും പാപികളും മോശക്കാരുവാന്നല്ല അർത്ഥം. ഇവിടെ വരുന്നവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആരോ ചിലർ പറയുന്നത് കേട്ട് ഇവിടെ വരുന്നവരെല്ലാം കൊള്ളരുതാത്തവരും പാപികളും മോശക്കാരുമായ ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അല്ല, ഇവിടെ വരുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ഈ ബെടാപ്പാട് പെടുവുള്ളൂ. ദൈവവചനത്തെ ഇഷ്ടപ്പെടുന്നവരെ ഇത്രയും ദൂരം യാത്ര ചെയ്യൂ, ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ഒരു വാക്കുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ഇനി ഈ ഒരു വാക്ക് പറയുവാണ്, ഈ ദാവീദിനെ ഇങ്ങനെ ഹൃദയത്തിനിണങ്ങിയ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാൻ എന്തുവാ കാരണം? ഒരു കാരണമുണ്ട്. 1 സാമുവേലിൻ്റെ പുസ്തകം 26-ാം അധ്യായത്തിൽ ആ കാരണം കിടപ്പുണ്ട്. ആ കാരണം കൂടി പറയുവാണ് വേഗത്തിൽ, നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ സാവൂളിന് ദാവീദിനെ ഇഷ്ടമല്ല. സാവൂളിന് ദാവീദിനെ ഇഷ്ടമല്ല. പുള്ളിയെ കൊല്ലണമെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. പല പ്രാവശ്യവും പുള്ളിയെ കൊല്ലാൻ കുന്തമെറിഞ്ഞതാണ് സാവൂൾ. പക്ഷെ ദാവീദ് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വാക്യം വായിക്കാം. ഈ ദാവീദ് ഒരു സ്ഥലത്ത് ഒളിച്ചു താമസിക്കുമ്പോൾ ദാവീദിനെ കൊല്ലാൻ പുറകെ വന്നു സാവൂളും കൂട്ടരും. അങ്ങനെ ഇവർ മടുത്തു, ശരീരം ക്ഷീണിച്ചു, ഭയങ്കര ഉറക്കക്ഷീണമായപ്പോൾ ഇവർ ഗുഹയ്ക്കകത്ത് കയറി, ഒരു പൊത്തിനകത്ത് കയറി, ഒരു വലിയ ഗുഹയ്ക്കകത്ത് കയറി വിശ്രമിക്കാൻ, കിടന്നുറങ്ങാൻ കയറി. അതേ ഗുഹയ്ക്കകത്ത് ദാവീദും ഉണ്ടായിരുന്നു. ദാവീദ് അത് കണ്ടില്ല. ദാവീദിൻ്റെ കൂടെയുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ ദാവീദ്, ഒരു സംഭവമുണ്ട്. നിൻ്റെ ശത്രു, നിന്നെ കൊല്ലാൻ നോക്കുന്നവൻ ഇപ്പുറത്ത് വന്ന് കിടപ്പുണ്ട്. വയ്യാണ്ട് കിടപ്പാണ്, എല്ലാവരും ഉറക്കമാണ്. ആ വാളെടുത്ത് അവൻ്റെ കഴുത്തിന് വെട്ട്, അവൻ്റെ കഴുത്ത് രണ്ടാക്കി അവനെ പെടലിൽ നിന്ന് കഴുത്ത് മാറ്റ്, അവനെ കൊന്നുകളയാൻ പറഞ്ഞു. എന്താ, കുന്തമുണ്ട്, വാക്കത്തിയുണ്ട്, വാളുണ്ട്. പുള്ളി നല്ല ഉറക്കവാ, ഒറ്റ വെട്ടിന് ഇപ്പോൾ പരിഹാരമാകും, ഇത് ദൈവം തന്ന അവസരമാണെന്ന് ദാവീദിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് പറഞ്ഞു, കാര്യം പുള്ളി എനിക്ക് ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ ദൈവത്തിൻ്റെ ഒരു അഭിഷക്തനാണ്. ഞാൻ അവനെ കൊല്ലത്തില്ല, അവനെതിരെ ഞാൻ കൈ ഉയർത്തില്ല എന്ന് പറഞ്ഞു. അതായത് സാവൂളിനെ കൊല്ലാൻ നല്ല അവസരം, പകരത്തിന് പകരം വെട്ടി തീർക്കാൻ ഒരു അവസരം കിട്ടിയതാണ്. നല്ല ഒരു പണി കൊടുക്കാൻ നല്ല ഒരു ചാൻസ് വന്നതാണ്. ദാവീദിൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, നല്ല ചാൻസാണ്, പോയി ഇപ്പം ചെയ്ത പോലിരിക്കും, ഇപ്പോൾ അവനെ തട്ടിക്കളയാൻ എളുപ്പമാണ്, ഇത് ദൈവം തന്ന സമയമാണെന്നൊക്കെ കൂടെയുള്ളവർ പറഞ്ഞു. ഞാനത് വായിക്കാം. പക്ഷെ ദാവീദ് പറഞ്ഞു, ഞാൻ ചെയ്യത്തില്ല, ഞാൻ അവൻ്റെ നേരെ കൈ ഉയർത്തത്തില്ല, ഞാൻ അവന് ദോഷം ചെയ്യത്തില്ല. ദാവീദ് ആരാണെന്നറിയോ? ദൈവത്തെയും
ദൈവ ശുശ്രൂഷകരെയും ഭയങ്കരമായി ബഹുമാനിച്ചവരാണ്. എന്തെല്ലാം ഉപദ്രവം സാവൂൾ ചെയ്ത് പുറകെ നടന്ന് ഉപദ്രവിച്ച ആളാ സാവൂള്. പക്ഷെ ദാവീദ് ചെയ്തില്ല. ദൈവത്തെയും ദൈവ ശുശ്രൂഷകളെയൊക്കെ ബഹുമാനിച്ച ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് യേശു ജനിച്ചത്. ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങളിൽ നിന്ന അനുഗ്രഹമുള്ളൊരു തലമുറ എഴുന്നേൽക്കുന്നത്. സത്യം അങ്ങനെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവ ശുശ്രൂഷകരെയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ നിങ്ങൾ സത്യസന്ധമായി ബഹുമാനിക്കുന്നവരാണെങ്കിൽ അനുഗ്രഹമുള്ള ഒരു തലമുറയെ നിങ്ങളിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിളിക്കുന്നത് ദാവീദിൻ്റെ വംശത്തിൽ പിറന്നവൻ. ഈ ദാവീദിൻ്റെ വംശത്തിലാണ് യേശു ജനിച്ചത്. ഹല്ലേലൂയ. ആ വാക്യം വായിക്കാം. 26-ാം അധ്യായം 1 സാമുവേൽ 26-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. കരുത്തരായ 3000 ഇസ്രായേലരോടൊത്ത് ദാവീദിനെ തിരക്കി സാവൂൾ സിഫ് മരുഭൂമിയിലേക്ക് പോയി. എത്ര പേര് ഇത് പോയത് നല്ല ഉദ്ദേശത്തോടെ ഒന്നും അല്ല കേട്ടോ. പുള്ളിയെ തട്ടിക്കളയാൻ പോയതാണ്, കൊല്ലാൻ പോവാണ്. എത്ര പേരെ കൂട്ടിക്കൊണ്ട്? കരുത്തരായ 3000 പേരെയും കൂട്ടിക്കൊണ്ട് ദാവീദ് എന്ന ഒരാളെ കൊല്ലാൻ വേണ്ടി സാവൂൾ പോവുകയാണ്. അവർ സിഫ് മരുഭൂമിയിലെത്തി. ജഷിമോന്റെ കിഴക്കുള്ള വഴിക്ക് സമീപം ഹക്കീല കുന്നിൽ സാവൂൾ പാളയമടിച്ചു. അവിടെ ഒരു സ്ഥലത്ത് പാളയമടിച്ച് അവിടെ താമസിച്ചു. ദാവീദാകട്ടെ അവിടെ തന്നെ പാർത്തു. ദാവീദും അവിടെ രണ്ടുപേരും എവിടെയാണ് താമസിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. ചെന്നുപെട്ടത് രണ്ടുപേരും ഒരേ സ്ഥലത്താണ്. 4-ാമത്തെ വാക്യം. സാവൂൾ തന്നെ തേടി മരുഭൂമിയിൽ എത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ദാവീദ് ചാരന്മാരെ അയച്ച് അക്കാര്യം ഉറപ്പുവരുത്തി. 5-ാമത്തെ വാക്യം. ദാവീദ് സാവൂൾ പാളയമടിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. സാവൂൾ തന്റെ സൈന്യാധിപനും നേറിന്റെ മകനുമായ അബ്നേറിനോടൊത്ത് കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടെത്തി. സാവൂൾ കൂടാരത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു. പട്ടാളക്കാർ അവർ ചുറ്റും പാളയമടിച്ച് 3000 പേരും കിടപ്പുണ്ട്. സാവൂളും അവിടെ കിടപ്പുണ്ട്. എല്ലാവരും മടുത്ത് എല്ലാവരും ക്ഷീണമായിട്ട് കിടന്നുറങ്ങുവാണ്. അവിടെ ഇരിക്കുമ്പോഴാണ് ദാവീദും അബിഷായിയും രാത്രിയിൽ സൈന്യത്തിൻ്റെ അടുത്തെത്തി. സാവൂൾ തൻ്റെ കുന്തം തലയ്ക്കൽ കുത്തി നിർത്തിയിട്ട് കൂടാരത്തിൽ കിടന്നുറങ്ങുമായിരുന്നു. അബ്നേറും പടയാളികളും ചുറ്റും കിടന്നിരുന്നു. അബിഷായി ദാവീദിനോട് പറഞ്ഞു, നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അവനെ പോയി കൊന്നുകളയാൻ പറഞ്ഞു. വായിച്ചേ. ഞാൻ അവനെ കുന്തം കൊണ്ട് ഒറ്റ കുത്തിന് നിലത്ത് തറയ്ക്കാം. ഒറ്റ കുത്തിന് ഇപ്പോൾ അവനെ കൊല്ലാം. പുള്ളി ഒന്നും അറിയാതെ കിടന്നുറങ്ങുവാണ്. കുന്തവും അടുത്തിരിപ്പുണ്ട്. ഒറ്റ കുത്തിന് ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞു. രണ്ടാമതൊന്നുകൂടി കുത്തേണ്ടി വരും. രണ്ടാമതൊരു കുത്ത് വേണ്ട, ഒറ്റ കുത്തിന് ആ കുന്തം കൊണ്ട് അവൻ തീരും. ഇത്രയും വരെ പറഞ്ഞു. അപ്പോൾ 9-ാമത്തെ വാക്യം. ദാവീദിന്റെ മനസ്സാണ് കേട്ടോ. ദാവീദിന് ഈ പകരത്തിന് പകരം, ഇടിക്ക് ഇടി, അടിക്ക് അടി, വാശിക്ക് വാശി, ദേഷ്യത്തിന് ദേഷ്യം, പകയ്ക്ക് പക കൊടുക്കത്തില്ല. ഈ മനസ്സാണ് ദാവീദിനെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാക്കിയത്. വാക്യം വായിക്കാം. ദാവീദ് അബിഷായിയോട് പറഞ്ഞു, അവനെ കൊല്ലരുത്, അവനെ കൊല്ലണ്ട. കർത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്കു കഴിയും? എന്നാ പറഞ്ഞത്? അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാ. പുള്ളിക്കെതിരെ കരമുയർത്തണ്ട, കുന്തമെടുക്കണ്ട. അപ്പോൾ ദാവീദ് എന്തുവാ ചെയ്തെന്നറിയോ? ദൈവത്തിൻ്റെ അഭിഷിക്തനെ, ദൈവിക കാര്യങ്ങളെ ബഹുമാനിച്ചു. ഈ ദാവീദിനെയാണ് അപ്പുറത്ത് പറഞ്ഞത്, എൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനെ ദാവീദിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഈ ദാവീദിൻ്റെ വംശത്തിലാണ് യേശു ജനിച്ചത്. ഹല്ലേലൂയ. ഇനി ദൈവത്തെയും ദൈവ ശുശ്രൂഷകരെയും ദൈവിക കാര്യങ്ങളെയും ഇത്രയും ബഹുമാനിച്ച ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞ വാക്ക് നോക്ക്. 25-ാമത്തെ വാക്യം വായിച്ചേ. എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹീതനാണ്, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. ഒന്നും കൂടെ അവസാനത്തെ വാക്ക് വായിച്ചേ. ഏത് ദാവീദിനോട് പറയുക? നീ പകരത്തിന് പകരം ചെയ്തില്ല. ദൈവികമായി നിൽക്കുന്ന ഒരാളെ നീ ബഹുമാനിച്ചു. ദൈവത്തെയും ദൈവകാര്യങ്ങളെയും ബഹുമാനിക്കുന്ന എല്ലാവരോടും പറയട്ടെ, ദൈവത്തിൻ്റെ ഉറപ്പുള്ളൊരു വാഗ്ദത്തമാണ്, നീ ചെയ്യുന്ന എല്ലാ കാര്യവും സക്സസ് ആകും.
നീ വചനത്തിനും ഈ ശുശ്രൂഷയ്ക്കും വില കൊടുക്കുന്ന നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പരാജയപ്പെടുകയില്ല. എഴുതിയിട്ടുണ്ട്, എൻ്റെ മകനെ ദാവീദേ, യു ആർ ബ്ലെസ്ഡ്. നീ ചെയ്യുന്ന എല്ലാ കാര്യവും വിജയിക്കും. പ്രാർത്ഥിക്കുന്ന, ദൈവ ശുശ്രൂഷയെ ബഹുമാനിക്കുന്ന, ഈ ആലയത്തിലേക്ക് വരാൻ മനസ്സ് കാണിച്ച അകത്തും പുറത്തുമായിരിക്കുന്ന എല്ലാവരോട് പറയട്ടെ, ഇന്ന് ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറയുക, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും വിജയിക്കും. ഈ മനസ്സാണ്. ആരോടും വാശി വേണ്ട, പകരത്തിന് പകരം കുത്താനും വെറുക്കാനും പോകണ്ട. പോട്ടെ, അത് പോട്ടെ, അത് വേണ്ട, അതിൻ്റെ പുറകെ പോകണ്ട. ആ വാശി വേണ്ട, ആ ദേഷ്യം വേണ്ട, ആ പക വേണ്ട, പോട്ടെ, അത് പറഞ്ഞു തീർന്നു. ഈ ദാവീദാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ടവരായി മാറിയത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് വേഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുമോ? ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് കണ്ടത്. ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും അളക്കാൻ കഴിയട്ടെ, നമുക്കത് അനുഭവിക്കാൻ കഴിയട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിന്ന് കേട്ടു. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകൾ കൂടാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമേ ഈ ലോകത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈ സ്നേഹമാണ് ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാക്കി മാറ്റിയത്. ദാവീദിനെ ദൈവം സ്നേഹിക്കാൻ കാരണം ദാവീദ് ദൈവത്തെ സ്നേഹിച്ചു. 2, ദൈവ ശുശ്രൂഷകരെ സ്നേഹിച്ചു. ദൈവത്തിന് ശുശ്രൂഷ ചെയ്തവരെ, ദൈവിക കാര്യങ്ങളെ ബഹുമാനിച്ചവനാണ് ദാവീദ്. അത് ദാവീദിനെ ദൈവം അത്യധികം ഉയർത്താൻ അത് കാരണമായി. അത് ദാവീദിന്റെ മേൽ ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഉയർച്ച വരാൻ അത് കാരണമായി. അങ്ങ് ദൂരെ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഈ ആലയത്തിലേക്ക് വന്ന നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവവചനത്തെ മാനിക്കുന്നവരാണ്. 2 കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കുമോ? ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഏത് കാര്യവും ദൈവം തന്നെ മുന്നിൽ നിന്ന് നടത്തി തരും. വിശ്വസിക്കുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത്? പലരും ചോദിച്ചു, എന്തിനാ പോകുന്നത്? കുറേ ആയല്ലോ പോകാൻ തുടങ്ങിയിട്ട്. പ്രിയപ്പെട്ടവരെ, ആ തേനീച്ച കൂടിനകത്തിരിക്കുന്ന ആ അറയ്ക്കുള്ളിൽ തേനൊന്നും ചുമ്മാ വന്നതല്ല. തോട്ടിൽ ഒഴുകി വെള്ളം കയറിയതിൻ്റെ കൂട്ടത്തിൽ തേൻ വന്ന് നിറഞ്ഞതല്ല. അതിനകത്തുള്ള ഓരോ ഈച്ചയും തേനീച്ചയും ഓരോ പൂക്കളിലും ചെന്ന് അവിടെയുള്ള പൂമ്പടിയും കാലെ പറ്റിച്ചോണ്ട് വന്ന് തേൻ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അറയിൽ കൊണ്ടുപോയി വച്ച അതിൻ്റെ അറകളിൽ മുഴുവൻ ഇന്ന് തേൻ നിറഞ്ഞത്. നിങ്ങളും പ്രാർത്ഥനയുള്ള, സത്യത്തിലും ആത്മാവിലും ആരാധനയുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന ഇടങ്ങളിൽ ചെന്ന് അവിടെയുള്ള അനുഗ്രഹങ്ങളെ എടുത്തുകൊണ്ടുപോകണം. ഒന്നും ചോദിച്ച് മേടിച്ചില്ലേലും 2 കാര്യങ്ങൾ ചോദിച്ചു മേടിച്ചോണം കേട്ടോ. ഒന്നും ചോദിച്ച് പണമോ വീടോ സ്വത്തോ അവകാശമോ സ്ഥാനമാനങ്ങളോ ചോദിച്ചു മേടിച്ചില്ലേലും പ്രാർത്ഥന ചോദിച്ചു മേടിച്ചോണം. ദൈവാനുഗ്രഹം ചോദിച്ചു മേടിച്ചോണം. അതിനൊരു മടിയും വിചാരിക്കണ്ട. ഞാൻ ഒരാളിനോട് പറയുവാണ്, ഞാൻ ഒന്നും സാധാരണ ചോദിച്ചു മേടിക്കാറില്ല, പക്ഷേ ഈ 2 കാര്യം ഞാൻ ചോദിച്ച് മേടിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എന്നെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥനയും ദൈവാനുഗ്രഹം ചോദിച്ചു വാങ്ങേണ്ടതാണ്. വേറൊന്നും ചോദിച്ചു വാങ്ങാൻ മടിയും നാണോ ഒക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും, പ്രാർത്ഥനയെ നിൽക്കുന്നവരോട് നിങ്ങൾ മടി കൂടാതെ പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ചൊന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും ചോദിച്ചു മേടിച്ചോണം, മടികൂടാതെ. അത് നിങ്ങളെ ഉയർച്ചയ്ക്കത് കാരണമാകും. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കുമോ? അകത്തും പുറത്തുമായിരിക്കുന്നവരെല്ലാവരും പ്രാർത്ഥിക്കാൻ, പാടുവാൻ ഒരുങ്ങുവാണ്. പാടുന്ന പാട്ട് ഏതൊരവസ്ഥയിലും യാതൊരു കണ്ടീഷൻസ് കൂടാതെ, നമുക്കെല്ലാം സ്നേഹിക്കുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. എവിടെയെങ്കിലും തെറ്റിയാൽ അപ്പോഴേ പറയും, മുഖം വീർപ്പിക്കും, പിണങ്ങും, മിണ്ടാതിരിക്കും, ബ്ലോക്ക് ചെയ്യും. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം ഒരു കണ്ടീഷൻസും ഇല്ല, ഒരു വ്യവസ്ഥകളുമില്ല. അത് പാടുവാണ്. അടുത്ത വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. യാതൊരു വ്യവസ്ഥകളും. അർത്ഥം പറഞ്ഞു ഒന്നും കൂടെ പാടിയേ. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിതാതിനു നന്ദി, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, പിന്നെയോ നിത്യ സ്നേഹം.
പിന്നെ പറയുന്നുണ്ട്, അമ്മ എന്നെ മറന്നാലും ഈ ലോകം അങ്ങ് വെറുത്താലും എൻ്റെ ദൈവം എന്നെ മറക്കുകയില്ല, വെറുക്കുകയില്ല. അമ്മ എന്നെ മറന്ന പിന്നെയോ ഈ ലോകമെന്നെ വെറുത്താലും ചേർന്നെല്ലാവരും പറയുമോ, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും പിന്നെയോ അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, ദാവീദ് സർവശക്തനായ ദൈവത്തോട് ഒറ്റ കാര്യം പറഞ്ഞു, ലോർഡ് വി ലവ് യു. ദൈവമേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങളും എല്ലാവരും അത് പറഞ്ഞേ, കർത്താവേ ഞാനും അങ്ങേ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി ജീവൻ കുരിശിൽ കൊടുത്ത, എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച യേശുവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിൽ അങ്ങ് നിന്നോണ്ട് ഒരു പാട്ടുണ്ട്, പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ ഈ മാർവിൽ നിന്നും. ഈ ബന്ധത്തിൽ നിന്ന് മാറല്. ചിലരൊക്കെ പള്ളിയോട് പിണങ്ങും, പള്ളിയിൽ അച്ഛനോടും പിണങ്ങും. എന്നിട്ട് അവർ തീരുമാനിക്കും, ഞാനിനി പള്ളിയിലോട്ട് പോകുന്നില്ല. നിങ്ങൾ പള്ളിയോട് പിണങ്ങുമായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛനോട് പിണങ്ങുമായിരിക്കാം. ദയവ് ചെയ്ത് ആ പിണക്കം ദൈവത്തോടു കൂടിയുള്ളൊരു പിണക്കം കൂടി ആകരുത്. ദൈവത്തോട് നിങ്ങൾ പിണങ്ങരുത്. പലരെയും തകർത്തതും ഒന്നുമല്ലാതാക്കിയതും ഈ പിണക്കമാണ്. ദൈവത്തോട് പിണങ്ങല്, ദൈവത്തോട് പിണങ്ങരുത്. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാടുവാണ്. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. എന്താ പാടിയേ? പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും, മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു കാര്യം. നിങ്ങളെ ആത്മാർത്ഥമായി സത്യമായി സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ചതിയില്ലാത്ത, അസൂയയില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത സത്യസന്ധമായ സ്നേഹം നിങ്ങൾക്കുണ്ടോ? അത് ദൈവാനുഗ്രഹമാണ്, അതൊരു പ്രാർത്ഥനയാണ്. ആ ബന്ധവും നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന ആരേലും ഏതേലും നാട്ടിലുണ്ടോ? ആ സ്നേഹവും പിരിയാനാകരുത്. ദൈവം നിങ്ങളെ ചേർത്ത ചില സ്നേഹമുണ്ട്, അതും പിരിഞ്ഞു പോകേണ്ടതല്ല. എല്ലാ സ്നേഹവും നമുക്ക് വലിയ ഗുണമൊന്നും ഉള്ളതല്ലേലും ചില സ്നേഹം ദൈവം നമുക്ക് ചില മനുഷ്യരിലൂടെ അറിഞ്ഞു തരുന്നതാണ്. ചില മനുഷ്യർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അത് ദൈവം
അത് അനുഗ്രഹിച്ച് തന്ന ചില ബന്ധമുണ്ട്. അതാരുമാകാം. ചില സ്നേഹം ഭയങ്കര അനുഗ്രഹമാണ്. അത് തന്നെയാണ് പറഞ്ഞത്, പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാറിൽ നിന്നും. നിങ്ങളെ സ്നേഹിക്കുന്ന, സത്യസന്ധമായി നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഓർത്തേ. നിങ്ങളെ സ്നേഹിക്കുന്ന ചിലരുണ്ട്. ചിലർക്ക് ചിലരോട് നല്ല സ്നേഹമുണ്ട്, പക്ഷേ അവർക്ക് മാത്രം അതറിയത്തില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ ഉപദ്രവിക്കല്ല്. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് അയാൾ എന്നെ ചതിച്ചു. ആരെയും ചതിക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ ഉപദ്രവിക്കരുത്. അവരുടെ കുതികാലിൽ പോയി വെട്ടരുത്. അവർ നിങ്ങളെ സ്നേഹിക്കുക മാത്രമല്ല, സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂടിയുണ്ട്. അങ്ങനെ ചിലരേ ഉള്ളൂ, എല്ലാവരും ഇല്ല. ചിലർ സ്നേഹിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് മാത്രം. പക്ഷേ ചിലർ സ്നേഹിക്കുന്നത് സത്യമുള്ളതായിട്ടാണ്, ആത്മാർത്ഥതയോടെയാണ്. അവർ സ്നേഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്. സുഹൃത്തെ, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂടിയുണ്ട്. ആ സ്നേഹത്തെ നോക്കിയിട്ടാണ് പറയുന്നത്, പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാറിൽ നിന്നും. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ ചിലപ്പോൾ നിങ്ങൾ പിണങ്ങി നിൽക്കുന്നവരായിരിക്കും. ഭർത്താവ് ഇന്ന് കൂടെയില്ല, ഭാര്യ ഇന്ന് കൂടെയില്ല, അവർ അങ്ങ് അവിടെയാണ്, അവരിപ്പം മിണ്ടുന്നില്ല, വിളിക്കുന്നില്ല. ഇന്നലെ ഒരു ചെറിയ കൊച്ച്, അമ്മയുടെ കൂടെ വന്ന ഒരു കുഞ്ഞ് കയ്യിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ പപ്പയാണ്, പക്ഷെ മമ്മിയോട് പിണങ്ങി അങ്ങ് ദൂരെയാണ്, പപ്പ തിരിച്ചു വരാൻ. പ്രാർത്ഥിക്കണം. അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ചേർത്ത ബന്ധങ്ങൾ പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, പിണങ്ങി നിൽക്കുന്ന ആ മനുഷ്യൻ ചേർന്ന് വരണം, അകന്നു നിൽക്കുന്നവർ അടുത്തു വരണം. സത്യസന്ധമായി ആഗ്രഹിക്കുന്നു. ചില ചെറിയ കാര്യങ്ങൾ വലിയ പിണക്കമാണ്. നമുക്കതെല്ലാം ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തോടും അടുക്കണം. ദൈവം നമുക്ക് അറിഞ്ഞു തന്ന മനുഷ്യരോടും അടുക്കണം. ഇതെല്ലാം അനുഗ്രഹമാണ്. അനുഗ്രഹമുള്ള ചില ബന്ധമുണ്ട്, അനുഗ്രഹമാകുന്ന ചില സ്നേഹമുണ്ട്, ബലമാകുന്ന ചില സ്നേഹമുണ്ട്. ലോങ് വേ ടു ഗോ, ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ നമുക്ക് ചില സ്നേഹങ്ങൾ ഭയങ്കര അനുഗ്രഹമാണ്. എല്ലാവരും പ്രാർത്ഥിച്ചേ ദൈവത്തോടും. അതുപോലെ ദൈവം തന്ന ചിലരോടും പിരിയാനാകരുതേ ഈ ബന്ധം. എല്ലാവരും ചേർന്ന് പാടുമോ? പിരിയാനാകരുതേ ഈ ബന്ധം, പിന്നെയോ മാറാനാകരുതേ മാർവിൽ നിന്നും. ചേർന്ന് പാടി. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും, മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും. ഹല്ലേലൂയ.